Hello guys, welcome to my channel. So this is my first video. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരുവാണ് ഞാൻ. കുറച്ചേ ഉള്ളൂ ഒരിത്തിരി പ്രൊഡക്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന ഈ ഒരു ക്ലെൻസറാണ് സെറ്റഫിലിൻ്റെ. ഇത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നിനാണ്. ഇത് ഞാൻ കുറച്ചായി ഇപ്പം മേടിച്ചിട്ട്. ഇത് നല്ലൊരു ക്ലെൻസറാണ്. ഒരു മൈൽഡായിട്ടുള്ള ഫ്രീഗ്രൻസ് ഫ്രീ ആണ്. സെറ്റഫിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു ട്രാൻസ്പെറൻറ്റ് കളറാണ് ഇതിൻ്റെ. ഓയിലി സ്കിന്നിൻ്റെ ആയതുകൊണ്ട് ജെൽ ടൈപ്പാണല്ലോ വരിക. പിന്നെ ഡ്രൈ ടു നോർമൽ സ്കിന്നിന് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് തോന്നുന്നു ഈ സെറ്റഫിലിൻ്റെ ക്ലെൻസർ. ഓയിലി സ്കിന്നിന് ഒരിത്തിരി ക്യാഷ് വരുന്നുണ്ട്. എനിവേ ഇത് നല്ലൊരു ഐറ്റമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ റിവ്യൂ വേറെ ഇടേണ്ടി വരും. ഇത് അടിയൊരു പ്രൊഡക്റ്റാണ്. അടുത്ത വന്നിട്ട് എൻ്റെ സൺസ്ക്രീനാണ്. ഇത് അക്ലോജിക് എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് വാട്ടർമെലൺ സൺസ്ക്രീനാണ്. എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിന്നാണ് കേട്ടോ. എൻ്റേതൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നായതുകൊണ്ട് തന്നെ ഞാനിതാണ് യൂസ് ചെയ്യാറ്. ഇതിന് മുമ്പ് ഞാൻ വാട്ടർമെലൺ സൺസ്ക്രീൻ തന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ഉണ്ട്, അത് ഡോക്ടർ ഷെത്തിൻ്റെ, ഇതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ്. വെയിറ്റ് കാസ്റ്റ് ഇല്ല, നോൺ സ്റ്റിക്കി ആണ്, അങ്ങനെ പെട്ടെന്ന് അബ്സോർവ് ആയിക്കോളും. നല്ലൊരു സൺസ്ക്രീനാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് സംഭവം വന്നിട്ട്. ഇതിൽ SPF 50 ആണ്, PA+++4+ ആണ് വരുന്നത്. പിന്നെ അടുത്ത വന്നിട്ട് ഇത് എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഇത് വാസ്ലിൻ്റെ ഗ്ലൂട്ടായ ഡ്യൂയി റേഡിയൻസ് സെറമിൻ ലോഷനാണ്. ഇവർ പറയുന്നത് 10x പവർഫുൾ ദാൻ വൈറ്റമിൻ സി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നയസിനമൈഡും ഹൈറലോണിക് ആസിഡൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയും ഒരു കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ അത് പെട്ടെന്ന് ഇതും നോൺ സ്റ്റിക്കി ആണ്. ഭയങ്കര ഡ്യൂയി ഫിനിഷ് തരും. ഒരു വെള്ളമൊക്കെ കയ്യിലായി ഇതായ പോലെ തോന്നും. ഒന്നും ഇത് ഇട്ടതുപോലും അറിയില്ല. നല്ലൊരു ബോഡി ലോഷനും കൂടെയാണ്. ഫേസിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. ചില പ്രൊഡക്ട്സിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലായിരിക്കില്ല, പക്ഷേ ഇതിൻ്റെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ വേറൊരു സൺസ്ക്രീനാണ്, അൺറേറ്റഡിൻ്റെ. ഇതും വരുന്ന SPF 50 വരുന്നുണ്ട്. PA++++ തന്നെയാണ്. നമ്മുടെ അക്ലോജിക്ക പോലെ തന്നെ തന്നെയാണ്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അക്ലോജിക്കയാണ് കൂടുതലും. വേറെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, പക്ഷേ എല്ലാം കൂടി ഇട്ട് ലോങ് ആക്കുന്നില്ല വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതും അതെ, പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്, വൈറ്റ് കാസ്റ്റ് ഇല്ല, നോൺ സ്റ്റിക്കി ആണ്. നല്ല ഓയിലി സ്കിന്നിനാണ് ഞാൻ ഒന്നും കൂടി പ്രിഫർ ചെയ്യുന്നത്. നല്ലതാണ്. നെക്സ്റ്റ് വന്ന് പറയുന്നത് ഒരു BHA പീലിംഗ് സൊല്യൂഷനാണ്. ഡെർമാക്കോയുടെ ആണ് ബ്രാൻഡ്. ഇത് ഞാൻ 15 days കൂടുമ്പോഴാണ് യൂസ് ചെയ്യാറ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഡോവിൻ്റെ ഒരു ബ്യൂട്ടി ക്രീമാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് വീഡിയോ എടുത്തപ്പോൾ മനസ്സിലായത് എൻ്റെ ഡ്രസ്സും ഇതായിട്ട് നല്ല മാച്ചുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഡോവിന് അതിൻ്റെ സ്മെല്ലായിക്കോട്ടെ, അതിൻ്റെ ക്രീമി ടെക്സ്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് വേറൊരു പ്രൊഡക്റ്റ് വന്നിട്ട്, കൊള്ളാം. പിന്നെ ഇതൊരു വൈറ്റമിൻ സി സെറാണ്, 20% ആണ്. ഇത് ബ്രാൻഡ് വന്നിട്ട് കിപ്ല ഹെൽത്തിൻ്റെ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ചായി യൂസ് ചെയ്യുന്നു. ഇതൊരു പേൽ യെല്ലോ കളറാണ് വരുന്നത്. പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല. അത് സെറം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ 1 ഡേയോ അല്ലെങ്കിൽ 1 വീക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ നോക്കിയാൽ പെട്ടെന്നൊന്നും റിസൾട്ട് കാണില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഓക്കെ പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്.
പിന്നെ ഞാൻ കാണിച്ചു തരുന്ന എക്ലോജിക് എന്ന ബ്രാൻഡിൻ്റെ ഒരു നൈറ്റ് ക്രീം പോലെ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയാം. ആക്ച്വലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസറിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അത്രയും ഡ്രൈ അങ്ങനെയൊക്കെ ആയി തോന്നുമ്പോൾ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഇങ്ങനെയാണ് വരുന്നത്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലോ ആക്കുന്ന പോലെയൊക്കെ തോന്നി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് പെട്ടുപോയതാണ്, ഇതൊരു ബ്ലഷാണ്. ഞാൻ സ്മിട്ടൻ്റെ എന്തോ മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. പിന്നെ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ ഫേസിൽ ബ്ലഷിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നാറ്. എൻ്റെ ഫേസ് അങ്ങനെയാണ്, പിമ്പിൾസിൻ്റെ പോലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ബ്ലഷിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഇതിൻ്റെ ടിൻ്റ് ഇങ്ങനെയാണ്, ഒരു ലൈറ്റ് പിങ്കൊക്കെ പോലെ അങ്ങനെ ഒരു ടിൻ്റാണിത് വരുന്നത്. അപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല, അപ്പം ഞാൻ സിസ്റ്റേഴ്സിനൊക്കെ കൊടുക്കും. ഇതാണ് ഈ ഐറ്റം, ഇതുപോലെയാണിത്, ഇത്തിരി കൈയാക്കിയിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് ലാക്മേയുടെ ഒരു ലിപ് ബാമാണ്, സ്ട്രോബെറി ലിപ് ലവ്. അപ്പോൾ ഇത് എന്തായാലും നമുക്കൊരു ലിപ് ബാം വേണം ലിപ്സ്റ്റിക് ഇടുമ്പോൾ, അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ടിൻറ്റഡ് ലിപ് ബാം എനിക്കിഷ്ടമല്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഒരു SPF ലിപ് ബാം കൂടെ നല്ലതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഫോക്സ്ടെയിലിൻ്റെ വൈറ്റമിൻ C സെറം ക്രീമാണ്. ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ മേടിച്ചാണ്. ഇതാണിപ്പോൾ വരുന്നില്ല, കുറച്ചായി യൂസ് ചെയ്തിട്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വീഡിയോ എടുത്തപ്പോൾ ഇത് ഓക്സിഡൈസ്ഡ് ആയെന്ന്. ഇത് സൺലൈറ്റിൻ്റെ നേരെ വെക്കുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റുള്ള സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ഇത് ഓക്സിഡൈസ്ഡ് ആകും, പിന്നെ അത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് മനസ്സിലായത്. നോക്കാതെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് വലിച്ചെറിയാൻ പറ്റുള്ളൂ ഗായ്സ്. ഇതിൻ്റെ അകത്ത് ഞാൻ പെൻസിലൊക്കെ ഇട്ട് അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു വെറുതെ, പക്ഷേ ഇനി അത് നടക്കില്ല. ഇനി നമുക്കിത് കളഞ്ഞേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പണി മേടിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രേഗ്രൻസ് എനിക്കിഷ്ടമല്ല കേട്ടോ, എനിക്കിഷ്ടമല്ലാത്തൊരു സ്മെല്ല്. പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ VLCCയുടെ ഒരു ബോഡി ലോഷനാണ്. ഇതിൽ SPF 30 വരുന്നുണ്ട്, PA++++ ആണ്. കോളേജിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കയ്യിലും കാലിലും എളുപ്പം ഇട്ടിട്ട് ഓടും ഞാൻ. ഫേസിൽ ഞാൻ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം ഫേസിൽ ഞാൻ വേറെ യൂസ് ചെയ്യാറ്. ഇതൊന്നും ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ഫേസിന് നമ്മൾ അത്രയും നല്ലത് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്, പിന്നെ അതിനകത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടായതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ആവുമല്ലോ വീഡിയോ കാണുമ്പോൾ. പിന്നെ അതിപ്പോൾ നൈറ്റാണ് വോയിസ് കൊടുത്തത്, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ കുറച്ച് പതിയെ പറയുന്നു തോന്നുന്നു. എനിവേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ വരും ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല സെറ്റാക്കും ഇൻഷാ അല്ലാഹ്. ടിൽ ദെൻ ബൈ.